ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ യോഗ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇപ്പോൾ എന്താണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിച്ച അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ഒരു യോഗ ട്രെയിനറാണ്. അപ്പോൾ എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഒരു സംശയം ഉണ്ടായിരിക്കും, ഈ യോഗ ട്രെയിനർ ശരിക്കും ഒരു യോഗ അഡിക്റ്റ് ആണോ? ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യോഗ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. എന്തോ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. യോഗ എനിക്ക് എന്താണ് തന്നത് എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫെന്ന് പറയുന്നത്, ഞാൻ പഠിക്കുന്ന ടൈം അത്ര ബെസ്റ്റൊന്നും ആയിരുന്നില്ല. ജസ്റ്റ് പഠിക്കുക, അത്രയൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും കല്യാണം കഴിക്കുക, മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് വീട്ടിൽ ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ നോക്കി ജീവിക്കുക, ജോലിക്കൊന്നും പോകണ്ട, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ റിലേറ്റീവ്സൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് കണ്ട് വളർന്നതുകൊണ്ടായിരിക്കാം എനിക്കും അങ്ങനെ ഒരു തോന്നലായിരുന്നു. പക്ഷേ മാരേജൊക്കെ കഴിഞ്ഞ് ഒരു ആദ്യത്തെ കുഞ്ഞ് ജനിച്ച് 2.5 വയസ്സൊക്കെ ആയപ്പോൾ നന്നായിട്ട് വയറ്റൊക്കെ വച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വയറൊക്കെ അതിനെക്കാട്ടിലും വയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വയറും വലിയ നല്ല ഫാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും പാൽ കൊടുത്ത് ഉണങ്ങും. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ ഉണങ്ങിയിട്ടില്ല. നല്ല വെയിറ്റും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമാണ് ഞാൻ യോഗയിലോട്ട്, നമുക്ക് വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് ഒരു ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗയായിട്ട്, ആയുഷിൻ്റെ പ്രോജക്റ്റായിട്ട് യോഗ ഡിസ്പെൻസറിയിൽ ഫ്രീ ആയിട്ട് ഒരു യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ യോഗ ക്ലാസ്സിന് ഞാൻ പോയി പ്രാക്ടീസ് ചെയ്ത്, അങ്ങനെ ചെയ്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. തറയിൽ ഇരുന്നിട്ട് എണീക്കാൻ വയ്യ. 23-24 വയസ്സായി എനിക്ക് തറയിലിരുന്നിട്ട് എണീക്കാൻ വയ്യ. തറയിലൊരു സാധനം വീണിട്ട് എടുക്കുവാണെങ്കിൽ ഇന്ന് എടുക്കാൻ നമ്മൾ കുനിയുവാണെങ്കിൽ നാളെ എണീക്കത്തുള്ളൂ. ആ രീതിയിലായിരുന്നു എൻ്റെ ബോഡി മൊത്തത്തിൽ എന്തെന്ന് പറയാം, ഒരു 50 വയസ്സിൻ്റെ ബോഡിയായി. അപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, കുഞ്ഞിനെ വളർത്തണം. ഫസ്റ്റ് ഡെലിവറി സിസേറിയനായിരുന്നു. കാരണം യോഗയിലോട്ട് അപ്പേ വന്നിട്ടില്ലായിരുന്നു ഞാൻ. അപ്പോൾ സിസേറിയനായിരുന്നു. അപ്പോൾ നട്ടലിൽ ഇഞ്ചക്ഷൻ വെച്ച് അതിനുള്ള പെയിൻ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുവാണ് ഞാൻ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ യോഗയൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്കെന്തോ മനസ്സൊക്കെ ഒന്ന് ആക്റ്റീവായി, ബോഡിയൊക്കെ ഒന്ന് ആക്റ്റീവായപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു സന്തോഷമൊക്കെ. അങ്ങനെ ഇതപ്പം പിന്നെ എനിക്കൊന്ന് തോന്നി, എന്തായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ബോഡി വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കണം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് രാവിലെ 4 മണി മുതൽ 5 മണി വരെ നടക്കാൻ പോകുമായിരുന്നു. വീട്ടിൽ വന്നിട്ട് വയറിനുള്ള എക്സസൈസ് ചെയ്യുമായിരുന്നു. യോഗ പ്രാക്ടീസ് ചെയ്യാൻ പോകുമായിരുന്നു. അങ്ങനെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ എൻ്റെ വെയിറ്റൊക്കെ കുറച്ച് ഒന്ന് സ്ലിം ബ്യൂട്ടിയായി. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കെ ആയുഷിൻ്റെ ഒരു ഡോക്ടറാണ് അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്, ഒരു ലേഡി എന്നോട് ചോദിച്ചു, ഇയാൾ ചെറിയ കുട്ടിയല്ലേ, പിന്നെ എന്തിനാ ഇയാൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, എന്തെങ്കിലും പഠിക്കാത്ത എന്താ, എന്തെങ്കിലും ജോലി വാങ്ങാത്ത എന്താ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം തോന്നി, ശരിയാണ്, ഞാൻ എന്തിനാണ് എൻ്റെ ലൈഫ് വേസ്റ്റ് ചെയ്യുന്നത്, ഒരു ട്രെയിനർ ആയാലോ. പക്ഷേ ട്രെയിനർ ആവേണ്ട വഴി എനിക്കറിയില്ല. ഏത് വഴി പോയാലും എനിക്കൊരു ട്രെയിനർ ആകാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. മനസ്സിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ട്രെയിനർ, ഈ ഡോക്ടർ മാറിയിട്ട് വേറൊരു ട്രെയിനർ വന്നു. ട്രെയിനർ എന്ന് തലകുത്തനെ നിൽക്കുക, അങ്ങനെയൊക്കെ പക്ക ട്രെയിനർ. കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, അയാൾ പെട്ടെന്ന് എനിക്കെന്തോ എൻ്റെ മനസ്സിൽ തോന്നി, അയാളെപ്പോലെ ആവണമെന്നെന്തോ. യോഗയാണ് എന്നോട് അത് ശരിക്കും പറഞ്ഞാൽ അതുവരെ എൻ്റെ ഞാടി ഞരമ്പുകൾ ബോധവും എല്ലാമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിയും ബോധമൊന്നും ഇല്ലാതെ കിടക്കുമായിരുന്നു. അപ്പോൾ യോഗ ചെയ്തപ്പോൾ എൻ്റെ ബോഡിയിലുള്ള മൊത്തം സെല്ലുകളും തലച്ചോറിൽ ആക്റ്റീവായപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ് ഇയാളെപ്പോലെ ആവണം, ആക്റ്റീവായി, യോഗ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പിന്നെ എന്തോ എനിക്കറിയില്ല. ഞാൻ പിന്നെ ഓരോ വർക്കൗട്ട് പിന്നെ യോഗയിൽ നമ്മൾ യൂട്യൂബിൽ 24 മണിക്കൂർ യോഗ കണക്കുമായി. പിന്നെ ഓരോ പോസ്റ്ററുകൾ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ട്, പിന്നെ ഹെഡ് സ്റ്റാൻഡ് ചെയ്യണമെന്നുള്ളൊരു അങ്ങനെയൊക്കെ വലിയൊരു ഇതൊക്കെ ആയിരുന്നു ആ ഒരു ടൈം. അങ്ങനെ ഇരിക്കുക ആ ഒരു സാറാണ് എനിക്ക് യോഗയിലോട്ട് എങ്ങനെ പോകാം എന്ന് എനിക്കൊരു വഴി തുറന്നു തന്നത്. അപ്പം ഞാനൊരു അഡ്മിഷൻ എടുത്ത് ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് 24 മണിക്കൂറും യോഗ. രാവിലെ അടുക്കളയിൽ എണീക്കുമ്പോൾ യോഗയുടെ വീഡിയോ ഇട്ട് വലിയ ഗുരുക്കന്മാരുടെ മെസ്സേജുകൾ കേൾക്കുക, ഒരാൾക്ക് എങ്ങനെ ആരോഗ്യം കൊടുക്കാം, അതൊക്കെയായി പിന്നെ എൻ്റെ ഒരു മനസ്സിലൊരു ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യോഗയിലൂടെ ഒരുപാട് പണം ഉണ്ടാക്കണം അങ്ങനെയൊന്നുമല്ല. ഈ ലോകത്ത് ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആരോഗ്യം.
അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി ഒരു മരുന്ന് കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ വേറൊരു അസുഖം വരും. പക്ഷേ യോഗ ചെയ്താൽ അങ്ങനെയല്ല. നമ്മൾ യോഗ മനസ്സിന് ശരീരത്തിന് നല്ലതാണെന്ന് 100% എൻ്റെ ബോഡിയിലൂടെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഞാനറിഞ്ഞ സത്യം, യോഗയിലുള്ള ആ ഒരു മാജിക് എന്താണ് എന്ന് ഞാനറിഞ്ഞ ആ സത്യം എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കണം, മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുക്കണം, കൂടുതലായിട്ട് വീട്ടമ്മമാർക്ക് കൂടുതലായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെയായി എൻ്റെ മനസ്സിലെ ചിന്ത. കാരണം വീട്ടമ്മമാരെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പാവമാണ്. അവർ ഹസ്ബൻഡിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിതകാലം മൊത്തം ജീവിക്കുന്നത്. പക്ഷേ അവരൊന്ന് വീണ് പോയ എല്ലാവരും പറയും, അയ്യോ വിളക്കണഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വിളക്കണഞ്ഞത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ലേ. രാവിലെ എണീച്ചിരിക്കുമ്പോൾ എനിക്കൊരു ചായ കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് സമയത്തിന് ഫുഡ് കിട്ടിയില്ല, ഇറങ്ങാൻ നേരത്ത് എനിക്ക് എല്ലാം റെഡിയാക്കി തന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീട്ടിലുള്ള ഹസ്ബൻഡായാലും മക്കളായാലും അയ്യോ എൻ്റെ അമ്മ ഇല്ലെങ്കിൽ വീട്ടിൽ വിളക്കണഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് 2 ദിവസം കിടന്നാൽ അറിയാൻ പറ്റും നമ്മളോടുള്ള സ്നേഹം. ഓ ഈ അമ്മയ്ക്ക് എന്ന് വയ്യ, അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയും, ഓ ഇവക്ക് എന്ന് സുഖമില്ലേ, ഇവക്ക് എന്താ എന്ന് വയ്യ എന്നേ പറയുള്ളൂ. അല്ലാതെ 2 ദിവസം നോക്കും. ഒന്നിൻ്റെ അന്ന് എല്ലാവർക്കും നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു എല്ലാവരുടെ മനസ്സിലൊരു എന്ന് വയ്യ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു മുഖചിത്രമായി മാറും. ശരിക്കും പറഞ്ഞാൽ എന്ന് വയ്യെന്ന് പറഞ്ഞാലും ആർക്കും ഒരു വില കാണില്ല അല്ലേ. കുറച്ചെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ശരിക്കും ഒന്നും വയ്യായിക ഉള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണം. പക്ഷേ മറ്റുള്ളവരെ 100% സ്നേഹിക്കുവാണെങ്കിൽ നമ്മളെ ഒരു 10% സ്നേഹിക്കണം. കാരണം നമ്മളെ സ്നേഹിക്കുന്നത് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കണം. നമ്മുടെ ബോഡിക്ക് വേണ്ടി, നമ്മുടെ മനസ്സിന് വേണ്ടി എപ്പോഴും സ്ട്രെയിൻ എടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ മോൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മോൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ റിലേറ്റീവ് എന്ന് പറയുന്ന നടക്കാതെ എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ചിലവഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തിട്ട് അവസാന നിമിഷം എനിക്കൊന്നും നേടാൻ പറ്റിയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവർ തന്നെ തിരിച്ച് ചോദിക്കും, അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ നിനക്ക് ടൈമില്ലായിരുന്നു, നിനക്ക് എന്തുകൊണ്ടെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്ന് തിരിച്ച് ചോദിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ആ അവസാന സ്റ്റേജിൽ നമ്മളെന്ത് ചെയ്യും, പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ജീവിതത്തിലൊന്നും നേടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കെന്താണ്, യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നല്ല ആക്റ്റീവാകും, മൈൻഡ് നല്ല ആക്റ്റീവാകും, നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ത്വരയുണ്ടാകും. വലിയ ബിസിനസ്സുകാർ ഒരുപാട് പണങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ ഒരുപാട് കെട്ടിടങ്ങൾ പണിയുന്നു, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നു. അതൊക്കെ അവരുടെ പിന്നിലുള്ള രഹസ്യം ശരിക്കും പറഞ്ഞാൽ യോഗയാണ്. യോഗയെന്ന് പറഞ്ഞാൽ തലകുത്തനെ നിൽക്കുക, കൈ വിളയ്ക്കുക, കാല് വിളയ്ക്കുക, അതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒരുപാട് സമയം റിലാക്സേഷൻ ചെയ്യുക, ഒരുപാട് പ്രാണായാമം ഉണ്ട്, അതൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു എടുത്ത് വരുമ്പോൾ അവരുടെ മൈൻഡ് റിലാക്സ് ആവുകയും പുതിയ കാര്യങ്ങൾ, പുതിയ ഐഡിയാസൊക്കെ അവരുടെ തലച്ചോറിൽ വന്നാണ് അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിയിലോട്ട് എത്തുന്നത്. നമുക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങാൻ കിട്ടിയിരുന്നെങ്കിൽ ഉറങ്ങായിരുന്നു എന്നാണ് ശരിക്കും പറഞ്ഞ ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ഞാനും അങ്ങനെ ആയിരുന്നു, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യോഗയിലൂടെ ഈ ഒരു ചേഞ്ചാണ് എനിക്ക് വന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഞാൻ അറിഞ്ഞ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് ജെൻസിനെ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വീട്ടമ്മമാരെ പഠിപ്പിക്കണം. ശരിക്കും പറഞ്ഞാൽ പാവങ്ങളാണ് വീട്ടമ്മ. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നിട്ട് പാറിപ്പറന്ന് നടന്നവർ പെട്ടെന്ന് വീട്ടിനകത്തേക്ക് അടയ്ക്കപ്പെട്ടു. അവരുടെ ലോകം എന്ന് പറയുന്നത് അടുക്കളയായി മാറി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജീവിതമാണ് വീട്ടമ്മമാർ. പക്ഷേ അവർക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടാൻ ഒരു എക്സസൈസ്, ഒരു യോഗ അതെങ്കിലും അവർക്ക് ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരിക്കലും അവരാരും പഴി പറയാതിരിക്കാനും ശരിക്കും